ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. പക്കാവട തയ്യാറാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. എങ്കിലും വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പക്കാവട പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ക്രിസ്പി പക്കാവട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. എത്രത്തോളം പക്കാവട നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം ബ്രെഡ് എടുക്കുക. അടുത്തതായി നമുക്ക് ഈ ബ്രെഡ് മുഴുവനായിട്ടും കൈകൊണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് മുഴുവനായിട്ടും ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് 2 വലിയ സവാള കനമില്ലാതെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് വട്ടത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തതും, ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും, കുറച്ചധികം തന്നെ കറിവേപ്പില നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പക്കാവടക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടും. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് കയ്യിലില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മൈദ ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് അല്പം മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കുക. വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ഇഫ്താർ ടൈമിലും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കുക. അഥവാ കൂടി പോവുകയാണെങ്കിൽ അല്പം മൈദയോ കടലമാവോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായി നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ പക്കാവട ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡായി പോയത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ പക്കാവട എല്ലാം 1 സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പക്കാവട എല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പക്കാവട എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പക്കാവടയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.